ആയി എന്നാ ഉണ്ട് സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ പരിപാടി ട്രെയിലറിൻ്റെ കുറച്ച് വീഡിയോസ്, അതായത് യൂറോപ്പിലേക്ക് വരാനിരിക്കുന്ന പുതിയ ഡ്രൈവർമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മുടെ സുചേട്ടനാ കേട്ടോ. ഒരേപോലെ നല്ല പ്രോപ്പർ പ്ലേസിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ആലോചിക്കും. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്നാണെന്നുള്ളത് അന്ന് അത് ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇവിടെ വന്നിട്ട് ട്രെയിലറിൻ്റെ ബ്രേക്ക് ഇതില്ലേ നേരെ ഫുള്ള് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിങ്സ് നിൽക്കുന്നതിൻ്റെ പേരിൽ അവിടെ ഗ്യാപ്പ് കുറവുണ്ട്. എല്ലാവർക്കും ഇതിൽ കയറാൻ പറ്റില്ല. ഇത് വണ്ണുള്ളതിൻ്റെ പേരിൽ പലർക്കും കയറാൻ പറ്റില്ല. അത് ഇവിടെ ഉള്ള വണ്ടികളുടെ സ്പേസ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഗൾഫിലൊക്കെ ഓടിക്കുന്നവർക്ക് കുറച്ചും കൂടെ സ്പേസ് കൂടുതലുണ്ട്. അതിൻ്റെ ബാക്ക് തുടങ്ങാറ് 50 വെച്ചിരിക്കുന്നതിൽ വ്യത്യാസത്തിലാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ കയറി ഇത് റിലീസാക്കാൻ പാടാം. എയറിൻ്റെ അതുപോലെ തന്നെ ABS-ൻ്റെ ഇലക്ട്രിക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നീക്കിയിട്ട് ഹെഡ് ഡിസ്കണക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് നിർത്താം. ഇതിൻ്റെ 50-ൻ്റെ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് ഇത് ലോക്കണത്. ഇതിപ്പോൾ ഇവിടത്തേന് കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ ഇത് പിടിക്കണമെങ്കിൽ ഒരു ലോക്ക് സ്പെഷ്യലുണ്ട്. ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല പറഞ്ഞു. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടത്തേന് അതില്ല. നമുക്ക് നേരെ വലിച്ചാൽ മതി. ഒന്ന് സൈഡിലേക്ക് ആക്കാം. അപ്പോൾ ഇത് ലോക്കിൽ നിന്ന് റിലീസാണ്. നേരെ വലിച്ചിട്ട് റൈറ്റിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഇത് വിട്ടോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ അടിയിലേക്ക് പോവാം. നേരെ അടിയിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ പിന്ന് പിന്നീന്ന് റിലീസായിട്ട് ഇതെല്ലാം കാണും. ആ പിന്ന് കാണുന്നുണ്ടോ? പിന്നെ അതിപ്പോൾ വിടിച്ച് കാണിച്ചേ. അപ്പോൾ ലോക്കാണെന്ന് പോയിട്ടോ വന്നോ? ലോക്കായി. ഓക്കെ, അത് റിലീസാണെന്ന് ശ്രദ്ധിച്ചോ. റിലീസായി. ഫസ്റ്റത്തെ അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ് വന്നിട്ട് സെക്കൻഡ് ചെയ്യേണ്ട കാര്യം ഇതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ വലിച്ചിരിക്കാൻ പാടുന്നു. സെക്കൻഡ് ലെഗ് താത്തുന്നു. പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുക. എന്നിട്ട് ഒന്നിച്ച് ചെറുതായിട്ട് വീണ്ടും ഈ ലോഗിൽ ഇട്ടിട്ട് ഒന്നിച്ച് കൊടുക്കുക. ഇപ്പോൾ മാനുവൽ വെർഷനാണ് പറയുന്നത്. ആ ഗ്യാപ്പാണില്ലേ ശരി. പ്ലേറ്റിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശരിക്കും ഒരു വിരലിൻ്റെ ഗ്യാപ്പ് മാത്രം മതി. അതിൽ കൂടുതൽ പൊന്നിക്കുന്നത് ഈ സാധനം നിൽക്കുന്ന ഒരു പ്ലേറ്റിൽ പിന്നെ അത് കൊള്ളിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്ലേറ്റിൽ നിന്ന് വിട്ടിരിക്കുന്ന കാണില്ല. ചെറിയ ഗ്യാപ്പാണോ? ചെറിയ ഗ്യാപ്പാണോ? അത്ര മതി. അതിൽ കൂടുതൽ വേണ്ട. അതിൽ കൂടുതൽ പൊന്തിച്ചേക്കുന്നത് ഇതിപ്പോൾ മാനുവലായിട്ട് കാണിച്ചാൽ അത് ചെയ്യുന്നത് ബലൂണിൽ പൊന്തിച്ച് ഈസി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് ചെയ്യാം. പക്ഷെ മാനുവൽ കാണിച്ചാണ്. കാരണം ഇപ്പോഴത്തെ ഈ വണ്ടികൾ അതില്ലല്ലോ. ഇത് അതേ സ്ഥലത്ത് തന്നെ വയ്ക്കാം. ഇപ്പം ഇതിൽ ചെയ്യുന്നത് മാനുവലായിട്ട് ചെയ്താണ്. അല്ലാണ്ട് ഓട്ടോമാറ്റിക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എയറിൻ്റെ ബലമില്ലേ, എയർ ബലം നമുക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷത്തിൽ നിൽക്കും. പിന്നെ എയർ ബലം താത്തണം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒറ്റ പൊസിഷനിൽ നിൽക്കണമെന്ന് അറിയാൻ പറ്റുമെന്ന്. അതാണ് അങ്ങനെ കാണിച്ചത്. ഇങ്ങനെ പൊതുവെ പലരും ചെയ്യലില്ല. ഇത് ചെയ്ത് കാണിച്ചത് മറ്റത് ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇല്ല, ഇത് ചെയ്യലില്ലായിരുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് വിട്ടു മാറേണ്ടത് കേട്ടോ. വണ്ടി ലോക്ക് ഒഴിവായി കണ്ടോ. ഇൻ ആൻഡ് ഔട്ടിൻ്റെ പൈപ്പുകൾ ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇടാനും ഇപ്പോൾ ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സോപ്പിൻ്റെ ചെറിയൊരു ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് പ്രസ് ചെയ്യും. മാവില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത്രയും പിടിച്ചതിന് ശേഷം ജസ്റ്റ് പ്രസ് ഇങ്ങോട്ട്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ ഉണ്ട്. അതേ സ്ഥലത്ത് തന്നെ വെച്ചോളാം. തിരിച്ചടുത്തതിന് ഏത് ABS-ൻ്റെ ഇതൊക്കെ ഡമ്മിയാണ് കേട്ടോ. ഡമ്മി വെച്ച് ഇത് ഇങ്ങനെ വയ്ക്കാനായിട്ടുള്ളതാണ്. അത് അതുപോലെ തന്നെ ലോക്കാക്കിയിടണം. തിരിച്ച് ഇവിടെ ഉണ്ട്. ആദ്യം ഈ ലോക്കൽ റിലീസ് ചെയ്യുക. ഇലക്ട്രിക്കിൻ്റെ ഇതായിരുന്നു ലോക്കാക്കുന്ന ലോക്ക്. ഇത് ലോക്കാണ്. ഇങ്ങനത്തെ വെച്ചാൽ മതി. നെക്സ്റ്റ് ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും അതേ പൊസിഷനിൽ വയ്ക്കാം.
ഫിഫ്ത്ത് വീലിന് നമ്മൾ പറയാ അത് ട്രക്കിന്റെ പ്ലേറ്റ് അപ്പൊ മനസ്സിലാക്കുക അതിന് എത്രത്തോളം ഹോൾ ഉണ്ടെന്ന് നോക്കി. ഈ ഹോളിലാണ് ഈ പിൻ എന്ന് പറഞ്ഞ സാധനം. ആ പിൻ എന്തോരുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്രയും ടണ്ണുള്ള സാധനം ഇതിൽ വെച്ചിട്ടാണ് ഈ സാധനം വലിക്കുന്നത്. അപ്പൊ ഇതിന്റെ എത്രത്തോളം അത് നമ്മൾ മനസ്സിലാക്കി ഇതിലറിഞ്ഞു വേണം നമ്മൾ ഈ വണ്ടിയെ കൊണ്ടുവരാൻ. അതായത് പെട്ടെന്നുള്ള ഷൗട്ടും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഈ വീശുവഴി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ മാത്രം. അപ്പൊ ശരിക്കും ഇത് പുഷ് ചെയ്യുന്നുണ്ട് ഹെഡിന് അത്ര പിന്നിലാണ്. അപ്പൊ ആ പിന്നിന് നോക്കും എത്രത്തോളം അതിന് കനുണ്ടെന്ന് നോക്കും. ഈ ഗാഡിയുടെ ഉള്ളിലാണ് ആ കാണുന്ന പ്ലേറ്റിന് അതിന്റെ ഒരു ഇത് കാണില്ലേ സൗണ്ട് ഇരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന സാധനം അലവിന്റെ ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കയറി ഇരിക്കാണ്ടിരിക്കുന്നു. അപ്പൊ ലോക്ക് ക്ലിയർ വീഴില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതിന്റെ ആ ഇവിടെ ഈ പൊസിഷനല്ലേ ഇപ്പൊ പറഞ്ഞ ചെറിയ പൊസിഷൻ അതിനനുസരിച്ച് എടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കയറി ഇരിക്കുമ്പോൾ അപ്പൊ ആ ഗാഡിയിൽ വീഴില്ല. അങ്ങനെയുണ്ട്. ഇതിന്മേൽ ഇരുന്നിട്ടാണ് സാധനം അവിടെ കൊടുത്തിക്കണണ്ട. അതിന്റെ റൗണ്ട് ഭാഗം പോലെ അതിൽ ഇതിൽ വന്നിരിക്കുന്നത് എത്ര ബോൾട്ടിന് ഇരിക്കണം നോക്കി. ഈ പ്ലേറ്റ് കിൻപിൻ എന്ന് പറഞ്ഞ സാധനത്ത് എത്രത്തോളം കാനുണ്ട് അത് എത്ര ഇതിലെ കൊടുത്തിരിക്കണം നോക്കി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാം. പിന്നുമ്മല ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ലോക്കായി കൂടെ വന്നു. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഇതാണ് ഉള്ളിൽ കയറും. അപ്പൊ അതിനും പറയണ കിൻപിൻ. ഫിഫ്ത്ത് വീലിന് ടോട്ടലി പറയും കിൻപിൻ. അതെ ഓക്കെ ആയിട്ടുണ്ടോന്ന് നമ്മൾ ബാക്കി പോയി ടോർച്ച് അടിച്ചു നോക്കാം. ചിലപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പകല് കാണാൻ പറ്റില്ലാത്ത സാഹചര്യം നൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കാം. പിന്നെ രണ്ടാമത് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റൂട്ടിലിറങ്ങി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസത് രാത്രി ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാലത്ത് നോക്കില്ലെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോകും. അപ്പോൾ നോക്കി കഴിഞ്ഞാലും നല്ലതാണ്. സേഫ് അതിന് പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി. സേഫ് നമ്മളെ കൂടെ ഡെയിലി റോട്ടീൻ ചെക്കിങ്ങിൽ അത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അത്ര നല്ലതാണ്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫസ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ രാത്രിയിൽ എടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാനല്ല ശ്രമിക്കുക, ബാക്കിലേക്ക് ഇടുക. ഇപ്പൊ അതിന് ഉദാഹരണം ഇപ്പൊ നമ്മള് കണക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്നത് ബാക്കിലേക്കാണ് മൂവ്, ഫ്രണ്ടിലേക്കല്ല മൂവ് ചെയ്യുന്നത്. ബാക്കിലേക്ക് ജസ്റ്റ് മൂവ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ മാനുവലായിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് അത് കുടുങ്ങിയിട്ടുണ്ടോന്ന് വെച്ചാൽ ലോക്ക് ആയിട്ടുണ്ടോന്നുള്ളത് നോക്കാം. കപ്ലിംഗ് ഇതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ഇംഗ്ലീഷുകാർ പറയും നമ്മ അല്ലെങ്കിൽ കണക്ട് ഡിസ്കണക്ട്. പിന്നെ നമ്മുടെ നാട്ടില് തലവിട്ട് ഇതൊക്കെ പറയൂല്ലോ. എന്തോടെ പറയാം, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയുള്ളൂ. റിവേഴ്സ് ഫസ്റ്റ്, സെക്കൻഡ് ഈ വണ്ടി കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ വന്നിട്ട് അറിയാം. ആരും പഠിച്ചു വരുന്നവരല്ല, എന്നാലും പഠിക്കാൻ ശ്രമിക്കുക. ആരും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരോടൊപ്പം നിന്ന് ചെയ്തിട്ട് അതും നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാൻ ഈസിയാണ്. എവിടെ ചെന്ന് അവർ ഏതൊരു സാധനം ഏതൊരു കമ്പനി നോക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൻ ഡ്രൈവർ എന്ന് പറയും. കാരണം ട്രെയിലർ ഡ്രൈവർ എന്ന് പറയും, അല്ലെങ്കിൽ ട്രക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന് പറയും. അവൻ ഡ്രൈവർ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ റിവേഴ്സ് മസ്റ്റ്, സെക്കൻഡ് ഈ ഒരു സംഭവത്തിൽ അവൻ അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ അതിലൊരു അപാകത. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതിനൊരു പാഷനുള്ള ആൾക്കാർ, ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഗ്ലാസ്സിൽ നോക്കുക, രണ്ട് സൈഡ് കറക്റ്റ് ആക്കിയ ശേഷം ഒരേ ഇതിൽ തെറ്റരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മാത്രം പിടിക്കാം. ഈ രണ്ട് മാത്രം കയറി പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈകളും പക്കായിട്ട് വരും. എന്നിട്ട് എന്താ പിന്നെ ചെയ്യേണ്ടത്, ഇവിടുന്ന് പലരും ഹിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടൊന്ന് മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് അതിൽ വന്ന് ലോക്കായി പിടിക്കും. പലരും പറയാതെ കേട്ടിട്ടുണ്ട് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പ്ലേറ്റ് ആ കാണുന്ന പിന്നെ അതിനെ ഇരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഓവർ സ്ട്രെക്ത് അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതില് വാക്കല്ല, പിന്നെ സൈഡ് കറക്റ്റ് ചരിഞ്ഞാങ്ങാനോട് കയറണം എന്നുണ്ടെങ്കിൽ പിന്നൊടിഞ്ഞു പോകും. അപ്പൊ അതിനുള്ള ഹൈറ്റ് ചെയ്യരുത്. ജസ്റ്റ് അത് കൂട്ടിക്കുമ്പോ തന്നെ ഗ്ലാസ് തുറന്നിടാം ഫസ്റ്റ്. അപ്പൊ സൗണ്ട് ഒക്കെ ക്ലിക്കുന്നുള്ള സൗണ്ട് ഒക്കെ അതിൽ നിന്ന് മനസ്സിലായി ലോക്കാണെന്നാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ റൊട്ടീൻ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ തിരിച്ച് അതേപോലെ തിരിച്ച് വന്നിട്ട് ചെയ്യുമ്പോൾ അവിടെ റിലീസായിട്ട് വന്ന് കയറുക, നേരെ സ്റ്റാർട്ട് ചെയ്യുക, റിവേഴ്സ് എടുക്കുക, ബ്രേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ചക്രം ഫുള്ള് കറങ്ങുന്ന രീതിയിലുള്ളത്. അതിനനുസരിച്ച് നിർത്തുകയും ചെയ്യണം കേട്ടോ. അന്നേരം ബാക്കിൽ നിന്ന് നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വ്യത്യാസം വരില്ലേ. പിന്നെ അതുപോലെ ഇപ്പം ഇങ്ങനെ എടുത്ത് പോണതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നീയല്ല വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് അവനെ കണക്ട് ചെയ്യാൻ സുഖം. കാരണം ഇപ്പോൾ വെച്ചിരിക്കുന്ന ലെവൽ അതാണ്, പൊക്കിന്ന് വെച്ചിട്ടില്ല, താത്തി അധികം വെച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ മിനിമൈസ് ലെവലിലാണ് വണ്ടി കിടക്കുന്നത്. നീ അല്ല വണ്ടി ഇത് വേറെ ആൾ വന്നതിനെ ഡിസ്കണക്ട് ചെയ്യാൻ അവന് ഈസിയാണ്. കാരണം അത് സേഫാണ്. കാരണം
ഒന്ന് ഇതിന്റെ പ്ലേറ്റ് ലെവൽ ഇട്ടിട്ട് ശകലം പൊന്തിച്ചിട്ടുള്ളൂ നമ്മൾ. അപ്പൊ അതിന്റെ എല്ലാം വന്ന് നേരെ മുട്ടിച്ചു കഴിഞ്ഞാലും ആ പ്ലേറ്റ് വിട്ട് പോയില്ല. അഥവാ പ്ലേറ്റ് വിട്ട് നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സംഭവിക്കുന്നത് പല സ്ഥലത്തും കണ്ടിരിക്കുന്ന ഇൻസിഡന്റുകൾ. അത് പൊക്കി വെക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, മുട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിൽ മുട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് വണ്ടി എടുത്ത് ബാക്ക് കൊണ്ടുവയ്ക്കും. ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ബ്രേക്ക് ലൈറ്റിൽ വന്ന് ഇതിലൊന്ന് അടിക്കും, ഡാമേജ് വരും. ഇങ്ങനെയാണ് പല സ്ഥലത്തും ചെറിയ ഇൻസിഡന്റ് കണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ചില സമയത്ത് ആരും ഉണ്ടാവണമെന്നില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ 2 പ്രാവശ്യം ഇറങ്ങി നോക്കേണ്ട സാഹചര്യം ഇല്ല ഇങ്ങനെ ചെയ്താൽ. ഈ സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞില്ലേ, അതിനുശേഷം നമ്മൾ ഇവിടെ ട്രെയിലറിൽ ബ്രേക്ക് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റത്തെ അതിന് നമ്മൾ പ്രിയോറിറ്റി. അപ്പൊ ഈ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവന് കണക്ട് ചെയ്യാൻ വീശിയിരിക്കും. അല്ലെങ്കിൽ അവൻ പലതവണ ഇറങ്ങി നോക്കണം, ആയോ ബലൂൺ ഓടുമ്പോ പിന്നെ നോക്കണം, ആയോ ഉണ്ടാവില്ല. ട്രെയിലറിന്റെ ബ്രേക്ക് റിലീസ് ആയിട്ടുണ്ടെന്ന് പോയി നോക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖം. വേറെ ആൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാം ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ സേഫ് ആൻഡ് അൺസേഫ് എന്നുള്ള കൂടെ അതിലുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അൺസേഫ് പൊക്കി വെക്കി ഈസിയാണ് പൊക്കി. ഇപ്പൊ ഞാൻ മാനുവൽ കാണിച്ചതിന്റെ കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം. മറ്റേ സിമ്പിളായിട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എയർബലാണ് വന്നിരിക്കുന്നു, അത്ര വേഗം പരിപാടിയും അങ്ങനെ കാണിക്കേണ്ട ഈ രീതിയിൽ കാണിച്ചതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇത് കിട്ടും. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും വ്യത്യാസം. പിന്നെ താത്തിയിട്ട് ലെഗ് താത്തിയതിന് ശേഷം വേണം പിന്നെ ഡൗൺ ആക്കിയിട്ട് വേണം ആ ലെവലിൽ നമ്മൾ നോക്കാൻ. നമ്മൾ ഇങ്ങനെ ചെയ്യാം, മറ്റേത് എപ്പോഴും ചെയ്യാം. പിന്നെ നാട്ടിലൊക്കെ വണ്ടികൾ ഇപ്പൊ ലീഫിന്റെ അല്ലേ, ഈ എയർബലല്ലോ. അപ്പൊ ഇങ്ങനെ പഠിക്കണമല്ലോ, അതെങ്ങനെ കാണിച്ചാൽ നേരെ റിവേഴ്സ്. നമ്മളിത് ഡിസ്കണക്ട് ചെയ്യാൻ ചെയ്തതിന്റെ നേരെ റിവേഴ്സ്, നേരെ ഇങ്ങനെ ഉൾട്ടടിച്ച് അപ്പൊ റിലീസ് ആക്കിയിട്ട് അതിനനുസരിച്ച് ഓരോന്ന് ചെയ്യണം. 1 by 1 ആയിട്ട് തന്നെ നേരെ അടുത്തുകൊണ്ട് നിർത്തുക. ഗ്യാപ്പ് കുറവുള്ളതിന്റെ എല്ലാം ആദ്യം കണക്ട് ചെയ്യാം. അവിടെ നല്ലത് അയക്കുന്നത്. അപ്പൊ ആദ്യം കണക്ട് ചെയ്യാം, അതിനുശേഷം അത് കൂട്ടിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ 1 by 1 ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ട്രക്ക് ചിലപ്പോൾ പല സ്ഥലത്തും കിടക്കേണ്ട പൊടിയും പിടിച്ചേക്കുന്നത് ഡ്രൈ ആയിരിക്കും. ഇതിൻ്റെ ഈ വാഷർ ഉള്ളിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചാ, അത് ഇതുമ്മലും നോക്കുക. ഈ വാഷർ നമുക്ക് കണക്ട് ആയിട്ടാണ് ഇതിൻ്റെ ലീക്കില്ലാണ്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ചില സമയത്ത് ഇതൊക്കെ ഡ്രൈ ആയിരിക്കും, പൊടി പിടിച്ചടക്കായിരിക്കും. ഇതുമ്മലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഗ്രീസിന്റെ ശകലം അല്ലെങ്കിൽ സോപ്പ് ഉദ്ദേശിക്കുന്ന ഉള്ളിൽ വാഷിങ്ങിന്റെ ജസ്റ്റ്. അപ്പൊ അത് ലൂബ്രിക്കാൻ ചില ആൾക്കാർ വേറെ ചെയ്യും, ആഷ് തുപ്പിടും, ഇങ്ങനെ ചെയ്യട്ടോ. അതെ, അപ്പൊ ഇതിൽ ഇങ്ങനെ പിടിക്കുക. അപ്പൊ ചെറിയ നേരക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊളത്തുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ ചെയ്തില്ല, അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ ഇവിടെ കൊളത്തണം. ഇവിടെ കൊളത്ത് വന്നാലും ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുള്ളൂ. ശ്രദ്ധിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് നേരക്ക് കിട്ടില്ല, ഇങ്ങനെ ആവുള്ളൂ, റിലീസ് ആവുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ സൈഡ് ആദ്യം കൊളുത്തുമ്പോൾ ഇത് മുകളിലേക്ക് പിടിക്കും, ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൈ കൊടുത്തിട്ട് അല്ല, അപ്പൊ ഇതിൽ വരണം. ഈ സംഭവം വന്ന് ഇതിൽ ഓക്കെ ലോക്ക് ആവണം, അല്ലെങ്കിൽ ആവില്ല കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ബലം കൊടുക്കുക. നമ്മളെ പൊസിഷൻ പിടിക്കുന്ന പൊസിഷൻ പിടിച്ച് ഓക്കെ അല്ലേ. ചൂണ്ടുവല്ലോണ്ട് തോക്ക് പിടിക്കണോട്ട്, തോക്ക് കാഞ്ചി പിടിക്കില്ലേ. ഓക്കെ, ഇനി രണ്ടിന്റെയും പിന്നൊന്ന് നോക്കി. അപ്പൊ പിന്നെ നോക്കപ്പോ അതിനനുസരിച്ച് കൊടുക്കാം. രണ്ട് സൈഡ് അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് കൈ കടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് കടിച്ചു പോവാ. അപ്പൊ ഇതിന്റെ ഇത് മുകളിൽ വരണം, ഗാഡി മുകളിൽ വരുന്നുണ്ട്. മുകളിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്യാം കേട്ടോ. ലെഫ്റ്റ് ചേർത്തോണ്ട് നിന്റെ സൈഡിലേക്ക് ചേർത്തോണ്ടാണ് ഇതിപ്പോ വന്നിരിക്കുമ്പോ പക്കയായിരിക്കുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് വിട്ട് ഈ കാണുന്ന തിളങ്ങുന്ന സാധനം ഇങ്ങനെ വലിച്ചിട്ട് കുറച്ച് ഇടത്തോടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ജസ്റ്റ് പുള്ളി ചെയ്തിട്ട് റൈറ്റ് ആക്കി അപ്പോൾ ലോക്കിൽ അല്ലെങ്കിൽ അതേ പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും.
ഇതല്ലേ ഇത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കറക്കാതാ കൊടുക്ക് പോയി കറക്ക്. അത് നമ്മളെ കിമ്പിന് ഇടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ആയിക്കോളും. ഇതായിട്ട് കിടക്കല്ലേ, നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നില്ല. ഇതിനൊരു ലോക്ക് ഉണ്ട്. ഇപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇതിന്ന് അടുത്ത സ്റ്റെപ്പ് ആക്കിയിടാം. വെറുതെ ജസ്റ്റ് ഇതാക്കുന്നു കണ്ടാ. ഇനി നിങ്ങൾക്ക് തിരിക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അടിക്കുമ്പോണ്ടല്ലോ, അതെ തെറ്റി തെറ്റി പോകും. അത് ശ്രദ്ധിക്കുക. ഇത് ഈ പറഞ്ഞ ലോക്കിൽ ഇട്ടിട്ട് തിരിക്കുക. അങ്ങോട്ട് അപ്പുറത്തേക്ക് വേറൊരു കാര്യം, എപ്പോഴും പണിയുമ്പോൾ ഗ്ലൗസ് ഇട്ടോളണം. ഗ്ലൗസ് ഇടാതെ ഒരു പണിയും ചെയ്യരുത്. സേഫ്റ്റി ഫസ്റ്റ്. ഇനി ഇത് ഇതിലേക്ക് വെക്കണം. അപ്പൊ ഇങ്ങനെ അതിൽ പറ്റില്ല. അപ്പൊ പൊടിക്കൂടെ താത്തിയിട്ട് അത് ഇതിന് ഇടിക്കുന്ന രീതിയിൽ കണ്ട, ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ട. എന്നിട്ട് നേരെ അതേ പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. ഇവിടുത്തെ ലോക്കിടാൻ കണക്കാക്കി. ഓക്കെ, അത് നേരെ ട്രെയിലർ ബാക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ട്രെയിലർ ബാക്ക് റിലീസ് ചെയ്യാൻ പോകും. റിലീസ് ചെയ്യണ എങ്ങനെയാണ്? തള്ളു ജസ്റ്റ് പുഷ്. ഒന്നുകൂടി കാണിച്ചേ. ഇത് ട്രെയിലർ ബ്രേക്ക് എടുത്തിട്ട് വണ്ടി ഒന്ന് ഓക്കെ. അത് റിലീസ് ഇപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോക്ക് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മാനുവലി നോക്കുന്നുണ്ട്. ബാക്കിൽ കൂടെ ബാക്കിൽ നിന്ന് നമ്മൾ നോക്കിയില്ലേ, അത് ലോക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി. പുള്ളി അതിൻ്റെ അടിയിൽ പോയി നോക്കി. ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്തിയല്ല. ഇപ്പോൾ ഇത് റിലീസ് ചെയ്ത് വന്നു. ഇനി വണ്ടി കയറിയിട്ട് നേരെ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുത്തിട്ട് ഒന്ന് ചവിട്ടും. എന്നിട്ട് ഫ്രണ്ട് എടുത്തോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് ശരിക്കും പിടിക്കാനും അത് ലോക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തലാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്ലിംഗ് ആൻഡ് അൺകപ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്താലും കണക്ട് ആയിട്ടുണ്ടെന്നുള്ള ഷുവർ ആക്കണ്ടേ. ഒരുവിധം നമ്മൾ ഉറപ്പ് വരുത്തി. ഇത് ലാസ്റ്റ് ഒന്നും കൂടെ ചെയ്യുന്നതാണ്. നേരെ ബാക്ക് എടുത്തിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ബാക്ക് എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് എടുത്തിട്ട് അതുപോലെ തന്നെ വീണ്ടും പോയി. അപ്പോൾ ഫ്രണ്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ട് എടുത്തത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ പറിച്ച് പോകും. വണ്ടി പോരില്ല, ഇത് പിടിക്കണ്ടാവും. അപ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാട്ടോ. ആ മറ്റേ ഇത് ജാക്കി നമ്മളിത് താത്തി വെച്ചില്ലേ, ആ പൊന്തിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഇത് പിന്നെ ഫിഫ്ത്ത് വീല് വീണിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് വണ്ടി മൂവ് ചെയ്യിക്കുക. ട്രെയിലർ അടക്കം നീങ്ങും. അപ്പോൾ ഈ ആ സമയത്ത് നിങ്ങൾ ട്രെയിലർ മനസ്സിലാവും റിലീസ് ചെയ്തില്ല അതിന് വേണ്ടിട്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഇത് ഷുവർ വരുത്താൻ 1 by 1 ആയിട്ട് ഇവിടെ നിന്ന് ചെയ്തു പോയത്. അതേ രീതിയിൽ തന്നെ തിരിച്ച് ഇവിടെ വരുന്നു. അപ്പൊ നമ്മൾ റിലീസ് ചെയ്തെന്നുള്ള ഉറപ്പ് വരുത്തിയല്ലോ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ റിവേഴ്സ് വെച്ചിട്ട് ലോക്ക് ഒന്നും കൂടെ ഉറപ്പ് വരുത്തനാണ് ലാസ്റ്റ് സ്റ്റേജ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്നാൽ ശരി എല്ലാവർക്കും.